കളി അവസാനിപ്പിച്ച് തിരിച്ചു വരാൻ പറവന്റെ അടുത്ത്. ഇല്ലെങ്കിൽ പെങ്ങന്മാരവൻ ജീവനോടെ കാണില്ല. മനസ്സിലായോ? എല്ലാവരും കേൾക്കാൻ വേണ്ടിയാ പറയണേ. കേട്ടോ പട്ടികളെ? എന്താ ഉണ്ടായത്? ആരവരൊക്കെ? എല്ലാം ഇട്ടറിഞ്ഞു പോകുന്നില്ലേ നമ്മള്? ഇവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് വെച്ചാ അപ്പായി കണ്ടില്ലേ നീ? ഇത് വെട്ടിമുറിച്ച് പുഴയെ തള്ളിയതാ എന്റെ കുഞ്ഞിനെ. എന്നിട്ട് മതിയായില്ലേ വിറ്റകളൊക്കെ? ആരോ 4-5 പേര് വന്ന് നന്ദൻ എവിടെന്ന് ചോദിച്ചാൽ ഞങ്ങളെ കത്തിമനെ നിർത്തിയിരിക്കായിരുന്നു ഇതുവരെ. 4-5 പേര് വന്നു, ഞങ്ങളെ കത്തിമനെ നിർത്തി. ഈ ഞങ്ങളെന്ന് പറഞ്ഞ എത്ര പേരാ? കഷ്ടം. 500 കുടുംബങ്ങൾ താമസിക്കുന്ന ചേരിയത്. ഓരോ വീട്ടിൽ നിന്ന് ഓരോരുത്തർ നിവർന്ന് നിന്നിരുന്നെങ്കിൽ ഈ 4-5 ജീവനോടെ തിരിച്ചു പോവോ? നട്ടല്ലില്ലാത്ത പരീക്ഷകള്. എത്ര അനുഭവിച്ചാലും പഠിക്കില്ല. ചവിട്ടി മതിച്ചാലും കുമ്പിട്ട് കിടക്കും. ഓണം കെട്ട ജന്മങ്ങൾ. ഒന്നും അത്ര പെട്ടെന്ന് അവസാനിപ്പിക്കാൻ അവന് കഴിയില്ല. അവനെല്ലാം തുടങ്ങിയതേ ഉള്ളൂ. നന്ദ സിനിമക്കഥ എഴുതി, അതിന്റെ ഷൂട്ടിംഗ് ഇവിടെ തുടങ്ങി. അത്രയല്ലേ നിങ്ങൾക്കറിയൂ? അവരെഴുതിയത് ഈ ചിറ്റാരൻതൊടിക്കാരുടെ ജീവിതമാ. നമ്മുടെ സഖാവ് രാഘവന്റെ ജീവിതമാ. ഇടനെഞ്ചിൽ വിപ്ലവത്തിന്റെ തീപ്പന്തം കൊളുത്തി അണിചേരുക സഖാക്കളെ. ഈ മണ്ണ് പോറ്റി വളർത്തിയ ധീര സഖാക്കളുടെ ചരിത്രം ഓർമ്മകളിൽ ഉള്ളിടത്തോളം കാലം പിന്തിരിയാൻ കഴിയില്ല. പാർട്ടി ക്ലാസ് എടുക്കാൻ വരുന്ന വലിയ സഖാക്കന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്: മരക്കൊമ്പിൽ ചെങ്കൊടികൾ കെട്ടിവെക്കണമെന്ന്. പക്ഷേ ചിറ്റാരൻതൊടിയിലെ മരങ്ങൾ ചെങ്കൊടി കണ്ടാൽ പിടിച്ചു വാങ്ങും. എന്താ കാരണം? പാർട്ടി പഠിപ്പിച്ച പടപ്പാട്ട് പാടി നമ്മുടെ പൂർവികർ നട്ട വിത്തുകളാ തേങ്ങയും മാങ്ങയും തേൻവരിക്കയുമായി തന്ന് ഇന്ന് നമ്മളെ ഊട്ടുന്ന ഈ മരങ്ങൾ, നമ്മുടെ കൂട്ടുകാർ. ഇതൊക്കെ അറിഞ്ഞിട്ട് ഈ മണ്ണ് മാന്തി ഇവിടെ പുകക്കുഴൽ കെട്ടണമെങ്കിൽ ആദ്യം നമ്മുടെ ജീവൻ എടുക്കണം. ഇവിടം വിട്ട് നമ്മൾ ഒരിടത്തേക്കും പോവില്ല. ഇതെന്റെ മണ്ണ്, ഇതെന്റെ പുഴ, ഇതെന്റെ വായു, ഇതെന്റെ അവകാശം. അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ സഖാവ് രാഘവന്റെ ഭാഗത്തു നിന്നും ഇത്തരം ഒരു നടപടി പാർട്ടി പ്രതീക്ഷിച്ചില്ല. സഖാവ് കൃഷ്ണപിള്ള ഒളിവിൽ താമസിച്ച ഗ്രാമ ചിറ്റാരൻതൊടി. എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു പാർട്ടി ഗ്രാമം. ഇന്നും ചെങ്കൊടി മാത്രം ഉയർന്നു പാറുന്ന ഈ മണ്ണിൽ നിന്നും പാർട്ടിക്കെതിരെ ഒരു ശബ്ദം ഇല്ല. പാർട്ടി ഒരു കാലത്തും ഇത് അംഗീകരിക്കില്ല. സഖാവേ, ചിറ്റാരൻതൊടിയിൽ ചെങ്കൊടി പറപ്പിക്കാൻ ജീവനും ചോരയും കൊടുത്ത കുറെ മനുഷ്യരുണ്ട്. പാർട്ടി ആഫീസിന്റെ ഭിത്തിയിൽ ചില്ലിട്ട് വെച്ചിരിക്കുന്ന കുറെ രക്തസാക്ഷികൾ. അതിൽ സഖാവ് കൃഷ്ണപിള്ളയ്ക്ക് അഭയം കൊടുത്തുവെന്ന് സഖാവ് ഇപ്പൊ ഊറ്റം കൊണ്ട ചാന്നനാട്ടെ അച്യുതച്ചോനെന്ന എന്റെ അച്ഛനും പെടും. എന്റെയും ഈ നിൽക്കുന്ന പലരുടെയും പിതൃക്കൾ ഉറങ്ങുന്ന മണ്ണാണിത്. പാർട്ടി മറന്നാലും ഞങ്ങൾ മറക്കില്ല അവരെ. ഇത് അവരുടെ ഭൂമിയാണ്. ഞങ്ങളെ നിവർന്നു നിൽക്കാൻ പഠിപ്പിച്ച ചെങ്കൊടിയാണ് സത്യം. ഈ മണ്ണ് ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. അതെ, കേട്ടത് ശരിയാ. നാളെ നമ്മളെ ബലമായിട്ട് ഒഴിപ്പിക്കാനാ പോലീസിന് കിട്ടിയ കൽപ്പന. നമ്മുടെ കോൺസ്റ്റബിൾ ചാക്കോ രഹസ്യമായിട്ട് പറഞ്ഞതാ. എന്താ ഇപ്പൊ നമ്മുടെ തീരുമാനം? തീരുമാനിക്കാനെന്താ? അരിവാളും കൈക്കോട്ടുമായിട്ട് നിരന്നങ്ങോട്ട് നിൽക്കണം. ഇവിടെയുള്ളവരെ കൊന്നു തള്ളിട്ട് ഫാക്ടറി ആയിട്ടുള്ള ചങ്കറപ്പണ്ട ചെയ്യട്ടവര്. അപ്പായി, പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ ജയിക്കില്ല. പിന്നെന്ത് ചെയ്യും? ഞാൻ പറയുന്നത് കളക്ടറുടെ തീരുമാനം നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. പാർട്ടിയുടെ തീരുമാനവും അത് തന്നെയാണല്ലോ. അല്ലെങ്കിൽ പിന്നെ പാർട്ടി നമുക്കെതിരാവും. ഇപ്പൊ തന്നെ VRB. അതെ, പാർട്ടി നമുക്കെതിരാവും. ആവൽ ഘട്ടത്തിൽ നമ്മെ കൈവിട്ട പാർട്ടിയെ ചിലപ്പോൾ നാം തള്ളി പറയേണ്ടി വരും. നമുക്ക് നമ്മുടെ ജീവിതം വലുത്. ഈ മണ്ണിൽ പിച്ചു വെച്ച് തുടങ്ങി നമ്മുടെ കുട്ടികളുടെ ജീവിതം മുഖ്യം. കാൽ കീഴിലെ മണ്ണൊലിച്ചു പോകുമ്പോ ഈ പാർട്ടിയും കൊടിയൊന്നും അല്ല നമുക്ക് വലുത്. എങ്കിലൊരു തീരുമാനം പറ. നമ്മുടെ മണ്ണിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണോ നിങ്ങൾ? പറ. അതിനുള്ള ചങ്കുറപ്പുണ്ടെങ്കിൽ എന്റെ കൂടെ നിൽക്കാം. നാളെ തോക്കും ലാത്തിയുമായി പോലീസ് വന്ന് നിരക്കുമ്പോ അവർക്കെതിരെ മുന്നിൽ ഞാനുണ്ടാവും. ചിറ്റാരൻതൊടിയുടെ മക്കളെ
ബലമായി ഒഴിപ്പിക്കാൻ ശ്രമിച്ചാൽ സ്വയം കത്തിയെറിയാനുള്ള തീപ്പന്തവുമായി ഞാനുണ്ടാവും മുമ്പിൽ. എന്നോടൊപ്പം നിൽക്കാമെങ്കിൽ വരിക. അന്ന് രാഘവൻ ഞങ്ങൾക്കൊക്കെ ഒരാവേശമായിരുന്നു. എന്തിനും ഏതിനും നിങ്ങളുടെ അച്ഛൻ സുകുമാരൻ രാഘവനൊപ്പം ഉണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും എനിക്കിപ്പോ പേടിയാ. അന്ന് സഖാവ് രാഘവന്റെ കഥ TV പിടിക്കാൻ പോയതിന് ഒത്തിരി അനുഭവിച്ചതാ എന്റെ കുഞ്ഞ്. പിന്നെ അവൻ ഇന്നിന്റെ പ്രോഗ്രാം TV ഉണ്ടായിരുന്നല്ലോ, പക്ഷെ അവരത് മുഴുവൻ കാണിച്ചില്ലോടാ. അവർക്ക് കാണിക്കാതിരിക്കാൻ എന്തെങ്കിലും വേണ്ടേ? വെട്ടിയെറിഞ്ഞ് പുഴയിലേക്ക് എറിഞ്ഞേക്കവന്. എനിക്കറിയില്ല ഈ സിനിമയിൽ എന്താ ഉള്ളതെന്ന്. പക്ഷെ അതെന്തായാലും അതിനെന്റെ ഏട്ടന്റെ ജീവന്റെ വിലയാ ഉള്ളതെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഇത് സാറ് തിരികെ വാങ്ങണം. ഇത് കയ്യിലിരിക്കുമ്പോ ഒരു സമാധാനം ഉണ്ടാവില്ല. ഗൗരി, 2.5 വർഷം നന്ദൻ കാത്തിരുന്നതാണ് ഈ തിരക്കഥ ഒന്ന് സിനിമയായി കാണാൻ. അവന്റെ സ്വപ്നമാണത്, അത് മറക്കരുത്. ഒന്നും മറന്നിട്ടല്ല, ഒന്നും മറക്കാൻ പറ്റാത്തോടാ. 1.5 വർഷം ആശുപത്രിയില്, പിന്നെ വീട്ടില് 3 വർഷം എന്റെ ഏട്ടൻ കിടക്ക പോയി കിടന്ന് നരകിച്ചത്. ഈ സ്വപ്നം പണ്ടൊന്ന് കാണാൻ ശ്രമിച്ചതിന്റെ ഫലം ദൈവത്തെ ഓർത്ത് എന്റെ ഏട്ടന്
ഞങ്ങൾക്ക് ഏട്ടനേ ഉള്ളൂ. സാർ മറുത്തൊന്നും പറയരുത്. നന്ദേട്ടിന് വേണ്ടിയുള്ള എന്റെ അപേക്ഷയാ. ഇനിയും കരയിക്കണ്ട ഈ കുട്ടിയെ. വാങ്ങിച്ചോളൂ. മനുഷ്യ മനസാക്ഷിയെ ഒന്നാകെ വേദനിപ്പിക്കുന്ന അതീവ ദാരുണമായ ദൃശ്യങ്ങളാണ് ചിറ്റാരം തൊടിയിൽ നിന്ന് ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ചിറ്റാരം തൊടിയിലെ ഭാരത് സോപ്സ് ആൻഡ് മിനറൽസ് ഫാക്ടറിക്ക് വേണ്ടി കുടിയൊഴിപ്പിക്കപ്പെട്ട ഈ ജനസമൂഹത്തിന്റെ ദുരിതങ്ങൾ ഞങ്ങൾ ഇതിനു മുൻപ് പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോ സ്വന്തം പിതാവിനെ സംസ്കരിക്കാൻ 6 അടി മണ്ണ് പോലുമില്ലാത്ത ഈ കുടുംബം, ഈ മക്കൾ, ഇവരുടെ കണ്ണുനീർ ആരൊപ്പും. ഈ ദൃശ്യങ്ങളിലേക്കാണ് ഇന്ന് നമ്മുടെ ക്യാമറ ചലിക്കുന്നത്. ടൗണിലുണ്ടായിരുന്ന വൈദ്യുതി ശ്മശാനമാണ്. അത് അടച്ചു പൂട്ടിയിട്ട് മാസം 2 ആയി. പാർട്ടി ഓഫീസിൽ പോയിട്ടുണ്ടായി. എന്താവൻ വീട്ടുമായി ഒരുങ്ങിയിരിക്കാ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ. ഈ ചതുപ്പലങ്ങാനും എടുക്കാമെന്ന് വെച്ചാൽ ആ ചെറുക്കനോട്ട് സമ്മതിക്കുകയില്ല. ഇപ്പൊ എന്താ ചെയ്യും? തമ്പുരാനെ വല്ല നസാണയായിരുന്ന പള്ളിക്കാരുണ്ട് പോയനെ. ഇതിപ്പോ ഇവിടെ കിടന്ന് ചെയ്യുമല്ലോ. കുറച്ച് ഒതുങ്ങി നിൽക്കേ. വന്നാട്ടെ. ഒന്ന് മാറി നിൽക്കേ, മാറി നിൽക്കേ. ഇവിടുന്ന് പോയിക്കോ. ഈ കിടക്കുന്ന മനുഷ്യന്റെ ഒരായുസിന്റെ അധ്വാന ഒറ്റ രാത്രി കൊണ്ട് നിങ്ങൾ വേലി കെട്ടിപ്പിടിച്ചെടുത്തത്. ഞങ്ങളുടെ മണ്ണ്, ഞങ്ങൾ സ്വപ്നം കണ്ട് വളർന്ന മണ്ണ് കണ്ണടച്ച് തുറക്കും മുമ്പ് ഒക്കെ കൊണ്ടുപോയില്ലേ? ഇപ്പതാ എല്ലാം അവസാനിച്ചപ്പോ ഒന്നും നീണ്ടു നിവർന്ന് കിടക്കാനിടവില്ല. അവന്റെ അച്ഛന് ചെങ്കൊടി റീത്തുമല്ല, എന്റെ അച്ഛനെ അടക്കാൻ 6 അടി മണ്ണ വേണ്ടത്. അത് തരാൻ പറ്റുമോ നിങ്ങൾ സഹാക്കൾക്ക്? ഇല്ലല്ലോ. ഇത് പോയിക്കോ, ഇറങ്ങി പോവാൻ. അമ്മായച്ചനും കുരീച്ചനും ഒക്കെ നാട് മുഴുവൻ അലയ. എന്റെ അച്ഛനെ കൊച്ചിനെ മണ്ണും തേടി. എന്തിനാണ് എന്റെ അച്ഛൻ ഇവിടെ ഉറങ്ങും? ആർക്കും ഒരു ശല്യാവാതെ ഇവിടെ ഉറങ്ങും. ഇവിടെ ഗൗരി, അച്ഛമോളെ, നമ്മുടെ അച്ഛൻ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാവും. ഇവിടെ തന്നെ. പെൺമക്കളെ കുറിച്ച് ഓർത്തായിരുന്നു എന്നും അച്ഛനാദി. ഇനിയിപ്പോ അത് വേണ്ടല്ലോ. സമാധാനമായിട്ട് കിടന്നുറങ്ങട്ടെ. അയ്യോ, ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരുമല്ലോ. നിങ്ങൾ എല്ലാരും ഒന്ന് കാണാലോ. എന്താ മുത്തശ്ശി, വിഷമായല്ലേ? സാരല്ല മോനെ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാം. അതിനേക്കാൾ എനിക്കിപ്പോ നിങ്ങളെയും. ചിലതൊക്കെ പറയാൻ വേണ്ടി ഞാൻ വന്നത്. ഗൗരിയോട് പറയാൻ പറ്റാതെ പോയ ചില കാര്യങ്ങൾ. സിനിമയിലെല്ലാം നേടിയെടുക്കാനുള്ള കുതിപ്പിൽ കാണേണ്ടതൊന്നും കാണാൻ ഒരുപക്ഷെ എനിക്ക് കഴിഞ്ഞിരിക്കില്ല. അവിടെയാണ് നിങ്ങളുടെ നന്ദു എന്നോട് കലഹിച്ച്
എനിക്ക് മുന്നിൽ അഭയാർത്ഥികളെ സ്ക്രിപ്റ്റ് വലിച്ചെറിഞ്ഞു പോയത്. അഭയാർത്ഥികൾ വായിച്ചു തീർത്ത രാത്രി ഇപ്പോഴെന്റെ മനസ്സിലുണ്ട്. കുമ്പസാരക്കൂട്ടിൽ എന്ന പോലെ രാത്രി മുഴുവൻ ഞാൻ എന്നെ തന്നെ വിചാരണ ചെയ്തു. ഒരർത്ഥത്തിൽ എന്റെ പ്രായശ്ചിത്തമാണ് ഈ സിനിമ. നന്ദഗോപൻ എനിക്ക് മുന്നിൽ ഉപേക്ഷിച്ചു പോയ വലിയൊരു ദൗത്യം ഞാനത് ഏറ്റെടുത്തു. എനിക്കൊപ്പം ദാ എന്റെ ഈ ചങ്ങാതിമാരും. സ്വന്തം മണ്ണിനു വേണ്ടി ഒരുപാട് സമരങ്ങൾ ചെയ്തവരാണ് നിങ്ങളെന്ന് എനിക്കറിയാം. ഇപ്പൊ എല്ലാവരും അടുത്തു. പക്ഷെ നിങ്ങൾ മടുക്കാൻ പാടില്ല. മരണത്തെ പോലും തോൽപ്പിച്ച് നന്ദഗോപൻ എന്ന ചെറുപ്പക്കാരൻ തന്റെ പൊയ്ക്കാലുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോ ഇനിയും തോറ്റു കൊടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? അതുകൊണ്ട് ഈ സിനിമയ്ക്കൊപ്പം നിങ്ങൾ ഉണ്ടാവണം. നഷ്ടപ്പെട്ട മണ്ണും ജീവിതവും തിരിച്ചു പിടിക്കാനുള്ള ചിറ്റാരംതൊടിയിലെ മനുഷ്യരുടെ പോരാട്ടം വീണ്ടും തുടങ്ങിയാണ്. മുൻപിൽ നന്ദഗോപൻ ഉണ്ടാവും, അതിന് പിന്നിൽ നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഉണ്ടാവും. തീർച്ചയായും. പ്രൊഡക്ഷൻ കൺട്രോളർ. നിന്റെ പേരെന്താ? ഡയാന. ഡയാന. കണ്ടാൽ തിരിച്ചറിയുന്ന നടിമാരാരുടെ താമസിക്കലിടോ. ഏത് നടിയെ കാണണം സാറിന്? എന്താ പ്രശ്നം? താനാരാ? ഞാൻ അരവിന്ദൻ, ഈ സിനിമയുടെ ഡയറക്ടർ. സന്തോഷം. ചോദ്യ ഉത്തരവൊക്കെ അങ്ങ് കോടതിയിൽ മതി. സാറ് ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ? രാവിലെ ജോലിക്ക് പോകണ്ട ഞങ്ങൾക്ക്. നോക്കുമ്പോ കറണ്ടും ഇല്ല, വെള്ളവും ഇല്ല. അത് ചോദിക്കാൻ ഇവർ ഞങ്ങളെ മെക്കിട്ട് കയറുക. സാറേ, ഇത് നീതികട. അക്രമം കാണിച്ച അവരെ അറസ്റ്റ് ചെയ്യും. വെറുതെ കൈക്ക് പണിയുണ്ടാക്കല്ലേ. ഒരു ഡയറക്ടർ എന്താ അക്രമമായി കാണിക്കുന്നേ? കാര്യം മനസ്സിലാക്കി കേരള. ഏത് നായിന്റെ പോലാണ്? ബെഞ്ചമിൻ ജോസഫ്. നല്ല കിണ്ണം പേര്. പറയാനും കൊള്ളാം, കേൾക്കാനും കൊള്ളാം. പക്ഷേ കയ്യിലിരിപ്പാ മോശം. സാരില്ല, ഒക്കെ ശരിയാവും. വണ്ടി എടുക്കണോ? സൂപ്പർ താരമേ, കാലെടുക്കണോ വണ്ടിന്ന്? ഞാൻ കാലെടുക്കാം, പക്ഷേ അതിനു മുമ്പ് വണ്ടിയിലിരിക്കുന്നവരെ താഴെ ഇറക്ക്. അല്ലാതെ താൻ കാലെടുക്കില്ല? അയ്യോ സാറേ, ഞാൻ ഒരുപാട് സിനിമയിൽ ഇതുപോലെ കാല് വെച്ചിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇങ്ങനെ കോമാളി വേഷം കെട്ടി നടക്കുന്നവന്റെ ചേക്കിട്ട് അടിച്ചു പൊളിക്കാനാന്ന് മാത്രം. എന്നാൽ അതിപ്പോ വേണ്ട, കാരണം ഇതൊരു പബ്ലിക് പ്ലേസാ. പക്ക ടൈമിങ്ങാ. DGPയുടെ ഫോണായിരിക്കും. അതൊന്നെടുത്ത് സംസാരിച്ചിട്ട് മതി നമുക്ക് ഈ കളരിയും അഭ്യാസൊക്കെ. ഓ സർ, സർ വിടാം. ഓക്കെ ഓക്കെ സർ. അപ്പൊ DGP സാറ് പറഞ്ഞ പോലെ അവരിങ്ങ ഇറക്കിയാട്ടെ. അപ്പൊ ബെഞ്ചമിൻ സാറേ, നമ്മൾ തമ്മിൽ ഇനിയും കാണും, കാണേണ്ടി വരുന്ന എന്റെ മനസ്സ് പറയണേ. അപ്പൊ ചെന്നാട്ടെ, വരട്ടെ. ഇതിപ്പോ പ്രശ്നമായല്ലോ. ബാങ്ക് കെട്ടിടം സെറ്റ് വർക്ക് ചെയ്ത് 2 ദിവസം നമ്മൾ ഷൂട്ട് ചെയ്തല്ലേ. ഇപ്പൊ ചെന്നപ്പോ നമ്മളിട്ട സെറ്റ് പൊളിച്ചു കളഞ്ഞിരിക്കുന്നു. ചോദിച്ചപ്പോ ബാങ്ക് സെക്രട്ടറിയുടെ ഓർഡറാണ്, ബാങ്ക് റെനോവേഷൻ ആണെന്ന്. അതുപോലെ തന്നെ സ്കൂള്, ജില്ലാ ആശുപത്രി, മിൽക്ക് സൊസൈറ്റി, ഗസ്റ്റ് ഹൗസ് എല്ലായിടത്തും സംസാരിച്ച് അഡ്വാൻസും കൊടുത്ത് വെച്ചിരുന്നതാ. ഇപ്പൊ എല്ലാവരും ഇങ്ങോട്ട് വിളിച്ചു പറയുന്നു അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, അഡ്വാൻസ് തുക തിരിച്ചു പഠിച്ചിട്ട് പൊക്കോളാൻ. എല്ലാ വഴിക്കും നമ്മളെ പൂട്ടാൻ അവരുടെ ശ്രമം. ഇക്കണക്കിന് പോയാ നമ്മൾ എങ്ങനെ ഈ പടം ഷൂട്ട് ചെയ്തെടുക്കും? ചെയ്യണം, ചെയ്തല്ലേ പറ്റൂ. ഈ സിനിമ ഇവിടെ അല്ലാതെ മറ്റെവിടെ ഷൂട്ട് ചെയ്യാ? ഇന്ന് വേറൊന്നും ചെയ്യാനില്ലെങ്കിൽ ഉച്ചയ്ക്ക് പാക്കപ്പ് ചെയ്യൂ. സമയണ, നമുക്ക് മിനിസ്റ്റർ തമ്പാനൊന്ന് കാണണല്ലോ. ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യും. എന്തായി സാർ? നിങ്ങൾ വന്നോളാൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇപ്പൊ മണിക്കൂർ 1 ആകുന്നു. ഞങ്ങൾ ഇവിടെ പുറത്ത് തന്നെ ഉണ്ട്. നേരത്തെ അങ്ങോട്ട് വന്ന ആളെ കൂട്ടണ്ടല്ലോ എന്ന് കരുതി. അല്ലാത്ത എന്തായി? ആ PA ശരിയല്ലെന്നേ. 5:30 ഗാന്ധി സ്ക്വയർ മീറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞ് കാണാമെന്ന്. എങ്കിൽ പിന്നെ അയാൾക്ക് ഇത് നേരത്തെ പറഞ്ഞൂടാ.
മലമറിക്കാനുള്ള പോക്കല്ലേ. നമുക്ക് തിരിച്ചു പോകാം സാർ. എന്തിനാ ഇയാളെയൊക്കെ? അവരൊക്കെ വലിയ ആൾക്കാരല്ല സാമണ്ണ, രാജാക്കന്മാര്. നമ്മള് പ്രജകളും. അപ്പൊ നേരെ നോക്കി കാത്തുനിന്ന് തന്നെ കാണണം. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം. എങ്ങോട്ട്? കേറ്, ഞാൻ പറയാം. ഇടതുപക്ഷ ശക്തികളെ ദുർബലപ്പെടുത്താനുള്ള സാമ്രാജ്യത്വവാദികളുടെ ശ്രമങ്ങളെ യഥാസമയം തിരിച്ചറിയാനും പ്രതിരോധിക്കാനും ഒക്കെയുള്ള വിവേകം നമ്മുടെ പ്രസ്ഥാനത്തിനുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കെട്ടുകഥകൾ മെനിഞ്ഞ് നമ്മുടെ പ്രസ്ഥാനത്തെ തകർക്കാൻ അതിനെയൊക്കെ അതിജീവിക്കാൻ നമുക്കാവും. വഴിയുണ്ട്, നോക്കാം. പറഞ്ഞാൽ ചില ശക്തികൾക്കെതിരെ ആഞ്ഞടിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തേ കാണിക്കുന്നത്? പബ്ലിക് പ്ലേസാ, പുറത്ത് ഇത്രയും ജനവും. ശരിയാ. അറിയാത്ത പിള്ളയ്ക്ക് അറിയാത്ത പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട സമയമായിരിക്കുന്നുവെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഇപ്പൊ തന്നെ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. എന്താണ് ആ സിനിമയുടെ വിഷയം? സഖാവ് രാഘവൻ. സഖാവ് രാഘവന്റെ പേരുച്ചരിക്കാനുള്ള യോഗ്യതയുണ്ടോ ഈ പിന്നിരിപ്പൻ ശക്തികൾക്ക്? ഏതെങ്കിലും മൂന്നാംകട നാട്ടുകാരന് മുഖത്ത് ചായവും തേച്ച് വിഗമിച്ച് ആടി തീർക്കാനുള്ളതല്ല സഖാവിന്റെ ത്യാഗോജ്വലമായ ജീവിതം. സാങ്കല്പിക ചുറ്റുപാടുകളും ഊഹാപോഹങ്ങളും വെച്ച് മെനഞ്ഞെടുക്കുന്ന ഇത്തരം കെട്ടുകഥകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് തെറ്റായ സന്ദേശമാണ്. എല്ലാവർക്കും കാണാനുള്ള അവസരം ഉണ്ടാക്കി തരാം. മീറ്റിംഗ് കഴിഞ്ഞിട്ടില്ല, ആരും പോകരുത്. അച്ചടക്കമില്ലാതെ കാണിക്കരുത്. ഒന്ന് പോയി പിടിക്കണം. സമയം നമുക്ക് രണ്ടാൾക്കും വിലപ്പെട്ടതാണല്ലോ അല്ലേ? മുന്നിൽ കടൽ പോലെ അണികൾ ഇരമ്പി നിൽക്കുമ്പോൾ ആരും ഒന്ന് അഹങ്കരിക്കും. പക്ഷെ ഈ അണികൾ പരൽമീനുകളെ പോലെയാണ് സഖാവേ. കണ്ണടച്ച് തുറക്കും മുമ്പ് പുതിയ വെളിച്ചത്തിലേക്ക് കൂട്ടത്തോടെ പായും. തമ്പാൻ സഖാവിന്റെ കാര്യത്തിലായാലും ശരി, എന്റെ കാര്യത്തിലായാലും ശരി. നമുക്ക് വിഷയത്തിലേക്ക് വരാം. സഖാവ് രാഘവന്റെ ജീവിതകഥയാണ് എന്റെ സിനിമ. ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന്റെ ജീവിതം സിനിമയാക്കുന്നതിന് സഖാവ് നിന്ന് ഭയക്കണം. സഖാവ് ഞങ്ങൾക്കൊപ്പം നിൽക്കല്ലേ വേണ്ടേ? നിർത്തണോ? തമ്പാൻ എവിടെ നിൽക്കണമെന്ന് ഇനിയിപ്പോ താൻ പഠിപ്പിക്കണമല്ലോ. മുഖത്ത് ചായം പൂശി ക്യാമറയ്ക്ക് മുന്നിൽ ഗോഷ്ടി കാണിക്കുന്നതല്ല രാഷ്ട്രീയം. കൊല്ലം 35 ആയിടോ ഈ പണി തുടങ്ങിയിട്ട്? പണി തുടങ്ങിയിട്ട് കൊല്ലം 35 എനിക്കറിയാം. പക്ഷെ നമ്മുടെ വിഷയം അതല്ല. സഖാവ് രാഘവന്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കി ഞാൻ എടുക്കുന്ന സിനിമയുമായി താങ്കൾക്കും താങ്കളുടെ പ്രസ്ഥാനത്തിനും ഞങ്ങളോട് സഹകരിച്ചൂടെ? ബുദ്ധിമുട്ടാണ് അനിയ, മനസ്സിലായില്ലേ? ബുദ്ധിമുട്ടാണെന്ന്. എടോ, സഖാവ് രാഘവന്റെ ജീവിതകഥ പറയാൻ തനിക്ക് എന്തോടോ യോഗ്യത? ചത്തുപോയി ഒരുപാട് നേതാക്കന്മാരുണ്ടല്ലോ മറ്റു പാർട്ടികളിലൊക്കെ. അവരാരെങ്കിലും പോയി പിടിക്കണോ? ഞങ്ങളുടെ പാർട്ടിയെ ഇത്തിരി വ്യത്യാസപ്പെട്ട പാർട്ടിയാ. അതിനിട്ട് തോണ്ടാൻ നിന്നാൽ നിലം തൊടാതെ പായും. ചിറ്റാരൻ തുടിയിൽ വന്ന് തമ്പാനെ തോൽപ്പിച്ച് ആളാവാൻ നോക്കുന്നു ഒരു സൂപ്പർ സ്റ്റാർ. കാണാൻ പോകുന്നേ ഉള്ളൂ. ചിറ്റാരം തുടിയിലെ മണ്ണിൽ ക്യാമറ വെക്കണമെങ്കിലേ ഈ തമ്പാൻ മനസ്സ് വെക്കണം. കഴിഞ്ഞൊരു രാത്രിയും പകലും കൊണ്ട് അത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. തൽക്കാലം സാറ് ചെല്ല്, സമയം എനിക്കും വിലപ്പെട്ടതാണ്. ചിറ്റാരൻതൊടിയിലെ മണ്ണിൽ ക്യാമറ വെക്കാൻ തമ്പാൻ സഖാവിന്റെ അനുമതി വേണ്ടെന്നാ CMന്റെ ഓഫീസ് പറയണേ. വായിച്ചോ. ഒരു കോപ്പി സഖാവിന്റെ പാർട്ടി ഓഫീസിലേക്കും ഒരു കോപ്പി SP ഓഫീസിലേക്കും പോയിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ വ്യക്തമാണല്ലോ. അപ്പിനി സഖാവ് ഈ കേസ് അങ്ങ് വിട്ടേക്ക്. വിടണം, വിട്ടേ പറ്റൂ. షూటింగ్ వదిలేసి ఇక్కడ వచ్చి చేస్తున్నావా? నిన్నే మేము వదలలు. అత్తరి చంపేండ్రా.
എന്തിനെ കൊള്ളണം നിങ്ങളൊക്കെ? പറഞ്ഞു വിട്ടപ്പോഴേ ഞാൻ പറഞ്ഞതാ വിട്ടുവീഴ്ച പാടില്ലാന്ന്. ഓ, നല്ല കയ്യൊക്കെയുള്ള പിള്ളേര് ഞങ്ങളുടെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടല്ല. സാറ് കൊല്ലണ്ടാവുന്ന് പേടിപ്പിച്ചാ മതി എന്ന് പറഞ്ഞത്. ഓ പിന്നെ പേടിച്ചവൻ പരിച്ച് കെടുക്കവിടെ. എടാ കൊല്ലണ്ടാന്ന് പറഞ്ഞാ കൊല്ലണ്ടാന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അവന്റെ കയ്യോ കാലോ വെട്ടി ഇവിടെ കൊണ്ടു വെച്ചുകൂടായിരുന്നു നിനക്കൊക്കെ. മതിയടോ. ആവാത്ത പണിയാണെങ്കിൽ പറയണം. വേറെ 100 വഴികളുണ്ട് തമ്പാന്റെ മുന്നിൽ ഞാൻ ഉദ്ദേശിച്ച കാര്യം നടത്താൻ. പറഞ്ഞു വിടറോ. സോറി സാർ, ഇത്തവണ എനിക്കൊരു തെറ്റുപറ്റി. ഇനി തെറ്റില്ല, ഇരു ചെവിയേറിയാതെ തീർത്തെടുക്കും ഞാൻ അവനെ. ചീഫ, ഇവറ്റകൾ ഇപ്പൊ തന്നെ കൊച്ചിയിൽ എത്തിക്കണം. വഴിയിലൊക്കെ പോലീസ് ഉണ്ടാവും. കെയർഫുൾ. സാറേ, അല്ല സാറേ, കൊച്ചി ടച്ച് ചെയ്യാതെ ആന്ധ്രയ്ക്ക് പോവാലോ. ഇവിടെ നിന്നാവുമ്പോ അതല്ലേ എളുപ്പം. തമ്പാൻ സാറേ, ആന്ധ്രക്കാരന്റെ തെലുങ്കും മട്ടാഞ്ചേരി മമ്മദിന്റെ തെലുങ്കും സാറിന് ഒരുപോലെ ആണെങ്കിൽ എനിക്കിത് രണ്ടും തരം തിരിച്ചറിയാം. ഇത് നിനക്ക് ഞാൻ നേരത്തെ ഉന്നി വെച്ചതാ. പക്ഷെ പോലീസിനടിക്കുമ്പോ ഒരു മറ വേണമെന്ന് വിചാരിച്ച് വൈകിയതാ. ഇപ്പൊ ഹാപ്പി ആയില്ലേ? ബെസ്റ്റ് പണിക്കാര്. നീയൊക്കെ കൊട്ടേഷൻകാരുടെ പേര് കളയിലൂടാ. മറ്റവന്മാരൊക്കെ എന്ത് ചെയ്യേ? കൊള്ളൂല്ലെന്നേ. കൊള്ളൂല്ല എന്ന് പറഞ്ഞ കാശിന് കൊള്ളൂല്ല. നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ പാരപണിയാനും കൂവാനൊക്കെ ഉമാരോ ഒക്കെ. അല്ലാതെ പണി അറിയാവുന്നവനിട്ട് പണിയാൻ വന്നാ നല്ല പണി കിട്ടുവേ. എന്നെ തീർക്കാനുള്ള ആയുധം സഖാക്കന്മാരുടെ കയ്യിലില്ലാന്ന് എനിക്കറിയാം. സ്വൈരില്ലാണ്ടായി 3 ആൾക്കും. ഇതൊരു സിനിമാക്കാരി പിള്ളേര് കളി. എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വെച്ച് കണ്ണടച്ച് കളഞ്ഞാട്ടെ. എല്ലാ സ്വൈരക്കേടും മാറും. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തെലുങ്ക് പറഞ്ഞ് പേടിപ്പിക്കാനെ പ്ലാനെങ്കിൽ ബുദ്ധിമുട്ടാകും. എന്നെ നിനക്ക് ശരിക്കും അറിയില്ല. నువ్వు എവിടെയാണ് നാക്കാണ്ട? മലയാളത്തിലായാലും തെലുങ്കിലായാലും ഡൂപ്പില്ലാതെ തല്ലിശീലായി സൂര്യകിരണ്. മറക്കണ്ട.